ഇടുക്കിയിൽ നിന്നും 10ാം വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം കണ്ണൂരിന്റെ മണ്ണിലേക്ക്. കർഷക കുടുംബത്തിൽ 9 മക്കളിൽ ഒന്നാമൻ. കിലോമീറ്ററുകളോളം നടന്നു നേടിയ പ്രാഥമിക വിദ്യാഭ്യാസം. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തുടർ പഠനത്തിന് പണമില്ലാതിരുന്ന ആ ചെറുപ്പക്കാരനെ കോളേജിൽ ചേർത്തത് സുഹൃത്തുക്കൾ. നെല്ലുകുത്തി അരിയാക്കി വിറ്റ് അമ്മ മകനെ പഠിപ്പിക്കാൻ കൂടെ നിന്നു. BA നല്ല മാർക്കോടെ പാസ്സായ സുന്ദരനായ ചെറുപ്പക്കാരൻ കപ്പ കൃഷി ചെയ്യുന്നത് കണ്ട് ബന്ധുക്കൾ യോഗം ചേർന്ന് അവനെ വക്കീലാകാൻ അയച്ചു. നല്ല മാർക്കോടെ LLB പാസ്സായി. ക്രിമിനൽ അഭിഭാഷകനായും തിളങ്ങി. മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റായി. യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും അമരക്കാരനായി. സംഘർഷഭൂമിയായിരുന്ന കണ്ണൂരിൽ മെയ്വഴക്കത്തോടെ പ്രസ്ഥാനത്തെ നയിച്ചു. സഹകരണ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു. ജീവിതയാത്രക്കിടയിൽ വീടുമാറിയത് 14 തവണ. റബ്ബർ പാൽ ശേഖരിക്കുന്ന ചിരട്ടയിൽ മെഴുകുതിരി കത്തിച്ച് മലയോര മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പൊതുപ്രവർത്തകൻ. ഇത് സണ്ണി ജോസഫ് MLA, മലയോര ജനതയുടെ പ്രിയപ്പെട്ട സണ്ണി സാർ. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായപ്പോൾ സണ്ണിയോട് കോടതിയിൽ വരാൻ പറയണമെന്ന് ന്യായാധിപന്മാർ വരെ ഉപദേശിച്ചു. ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ സണ്ണിയുടെ ഭാവി വലുതാണെന്ന് ന്യായാധിപന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴേക്കും സണ്ണി ജോസഫ് എന്ന രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ഡിസംബർ 15 വൈകുന്നേരം 6:30 സക്സസ് സ്റ്റോറിയിൽ മലയോരത്തിന്റെ പ്രിയപ്പെട്ട ജനനായകൻ സണ്ണി ജോസഫ് MLA മനസ്സു തുറക്കുകയാണ്. നാൽപ്പാടി കേസിന്റെ ഒരു പ്രത്യേകത ആ സംഭവം ഉണ്ടായിരുന്നു. സുധാകരനോട് പ്രസംഗം നിർത്താൻ പറഞ്ഞു. പ്രസംഗം നിർത്തി അവരെ കയറ്റി കണ്ണൂരിലേക്ക് കാറിലയച്ചു. ഞാൻ നടന്ന്. അപ്പോൾ CPM ഓഫീസ് എവിടെയാണ്? മട്ടന്നൂരിലെ ട്രാഫിക് ഐലൻഡിൻ്റെ ചേർന്ന CPM ഏരിയ കമ്മിറ്റി ഓഫീസ്. അവിടെ നിറച്ച ആളുകളുണ്ട്. പ്രക്ഷുബ്ധ അന്തരീക്ഷമാണ്. ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ഞാൻ എവിടെ കോടതിയുടെ മുമ്പിലുള്ള റോഡിനോട് തൊട്ടുരുമിയുള്ള എൻ്റെ വക്കീൽ ഓഫീസിലേക്ക് ക്വാർട്ടേഴ്സിലേക്ക് അവിടെ പോയി. അതിനൊരു ചില്ലോ ഒരു പോളോ. കൂത്തുപറമ്പ് വെടിവെപ്പിലും താങ്കൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായില്ല, നാൽപ്പാടി വാസം ഉണ്ടായില്ല. പക്ഷെ ഞാനൊരു കാര്യം, ഡിഫൻസിൽ കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാൻ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ CPM ആണ് പ്രതിക്കൂട്ടിൽ നിന്ന് വാദിച്ചവനാണ്. പേരാവൂരിൽ കേരളത്തിന്റെ ടീച്ചറമ്മയെ തോൽപ്പിച്ച നിയമസഭയിലേക്ക്. സണ്ണി ആയതുകൊണ്ടാണ് താൻ തോറ്റതെന്ന ടീച്ചറായതുകൊണ്ടാണ് തന്റെ ഭൂരിപക്ഷം കുറഞ്ഞതെന്ന് സണ്ണി. ടീച്ചറെ ഞങ്ങൾ കാണുന്നത് ടീച്ചർ MLA ഹോസ്റ്റലിലെ റൂം വെക്കേറ്റ് ചെയ്യുക. അവിടെ ചെന്ന് ഞാൻ ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചറിന് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചറും ശ്രീമതി ടീച്ചറും ശൈല ടീച്ചറും ഒന്നിച്ചുള്ള യാത്രയിൽ പറഞ്ഞു. അപ്പം ശൈല ടീച്ചർ എന്നെ വക്കീലെന്ന് വിളിക്കും. വക്കീലായതുകൊണ്ട് ഞാൻ തോറ്റു. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറായതുകൊണ്ടാണ് എൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു. കൂത്തുപറമ്പ് വെടിവയ്പ്, നാൽപ്പാടി വാസുവധം, സേവറി ഹോട്ടൽ അക്രമം, ആന്ധ്രയിൽ EP ജയരാജനു നേരെ നടന്ന വെടിവയ്പ് തുടങ്ങി സംഭവബഹുലമായ കണ്ണൂർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി നെഞ്ചുവിരിച്ച് നിലപാടുകൾ സ്വീകരിച്ച സണ്ണി. അന്നും ഇന്നും മലയോരത്തിന്റെ സണ്ണി സാർ സജീവമാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നുവന്ന കർഷകനായ സണ്ണി ജോസഫിനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും കടന്നുവന്ന വഴികളും അറിയാൻ കാണുക സക്സസ് സ്റ്റോറി.